നമ്മൾ ചിന്തിച്ചു വരുന്നത് ചർച്ച് ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലത്തെ സഭ. സാധാരണ നമ്മൾ കേൾക്കുന്നത് അന്ത്യകാല അഭിഷേകത്തെക്കുറിച്ചാണ്, അന്ത്യകാല ഉണർവിനെക്കുറിച്ചാണ്. തിരുവചനങ്ങൾ പരിശോധിക്കുമ്പോൾ അന്ത്യകാലത്ത് സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആ അന്ത്യകാലം അപ്പോസ്തലപ്രവൃത്തി 2 ഇനോഗുറേറ്റഡ് ആയി. ആ അന്ത്യകാലം അവിടെ തുടങ്ങി. ഈ അന്ത്യകാലത്തിൻ്റെ ലാസ്റ്റ് അവറിൽ എന്ന് പറഞ്ഞാൽ ഈ അന്ത്യകാലം എന്ന് വിളിച്ചിരിക്കുന്നത് ഫ്രം ദ ഫസ്റ്റ് കമ്മിങ് ഓഫ് ജീസസ് ടു ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, അതിൻ്റെ ഇടയിലുള്ള സമയമാണ് അന്ത്യകാലം. ഈ അന്ത്യകാലത്തിൽ ജസ്റ്റ് ബിഫോർ ദ കമ്മിങ് ഓഫ് ജീസസ് എന്തുവാ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് റിവൈവൽ അല്ല, ഗ്രേറ്റ് ഫോളിങ് ഓഫ്. വലിയ രീതിയിലുള്ള തിന്മ ചർച്ചസിൽ ശുശ്രൂഷകന്മാരുടെ ഇടയിൽ ഉണ്ടാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. പ്രഭാഷകൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല, അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് അറിയുക എന്നാണ് ഈ വാക്യത്തിലൂടെ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം നമ്മൾ ചിന്തിച്ച് വന്നത്, തീമോഥെയോസ് എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ല. അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ 10 വർഷം ശുശ്രൂഷിച്ച് അനേക സഭകളിൽ അപ്പോസ്തലനായ പൗലോസിന് പോകാനൊക്കാത്തപ്പോൾ പൗലോസ് തൻ്റെ ഒരു അംബാസിഡറായി, റെപ്രസെൻറ്റേറ്റീവായി അയക്കുന്ന വലിയ ചുമതലകളുള്ള, ഇപ്പോൾ കൊരിന്ത് പോലൊരു പട്ടണത്തിൽ പൗലോസ് തിമോഥെയോസിനെ അയക്കുന്നു, എഫെസോസിൽ അയക്കുന്നു. 1 തിമോഥെയോസ് 1 നമ്മൾ കണ്ടു, നീ എഫെസോസിൽ പാർത്ത് അവിടെയുള്ളവരുടെ ഫോൾസ് ടീച്ചേഴ്സിൻ്റെ വാകൾ നീ അടപ്പിക്കണം. അങ്ങനെ ഒരു ന്യൂ കമർ അല്ല, ഒരു ന്യൂ മിനിസ്റ്ററുമല്ല, നല്ല ശുശ്രൂഷ പരിചയമുള്ള അപ്പോസ്തലനായ പൗലോസിൻ്റെ കൂടെ 10 വർഷം ശുശ്രൂഷിച്ച നല്ലൊരു മാതാവ് ഉണ്ടായിരുന്നോ? 2 തിമോഥെയോസ് 1:4 വാക്യത്തിൽ മാതാവും വലിയ അമ്മയും ഉണ്ടായിരുന്നു. യൂനിസും ലോയിസും എന്ന് എടുത്തു പറയുന്നുണ്ടല്ലോ. കണ്ണുനീരുള്ള വചനം അറിയാമോ? 3-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 15-ാമത്തെ വാക്യത്തിൽ, ബാല്യകാലം മുതൽ, ഹൗ ഫ്രം ഇൻഫൻസി യു ഹാവ് കം ടു നോ ദ സ്ക്രിപ്റ്റേഴ്സ്. സാധാരണ ഒരു വ്യക്തിയല്ല ഇദ്ദേഹം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലാസ്റ്റ് വേർഡ്സ്, മരണം മുമ്പിൽ കാണുന്ന അപ്പോസ്തലനായ പൗലോസ് ഈ പൊട്ടൻഷ്യലുള്ള വ്യക്തിയോട്, ഈ അനുഗ്രഹീത കർത്തൃദാസനോട്, അനോയിൻറ്റഡ് മാൻ ഓഫ് ഗോഡിനോട് പറയുന്നത്, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നല്ലൊരു അമ്മയുണ്ടെന്ന് പറഞ്ഞ് നീ രക്ഷപ്പെടത്തില്ല. ഞാൻ നിൻ്റെ മെൻറ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് നീ രക്ഷപ്പെടത്തില്ല. ബൈബിൾ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നീ രക്ഷപ്പെടത്തില്ല. കാരണം നീ ശുശ്രൂഷിക്കാൻ പോകുന്ന എഫെസസ് സഭയിൽ എങ്ങനെയുള്ളവരുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. 2:25-26 വാക്യത്തിൽ 25 തുടങ്ങുന്നത് those who oppose you എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് വിരോധികൾക്ക്. ഈ വിരോധികൾ സഭയ്ക്ക് വെളിയിലുള്ളവരല്ല. ഈ വിരോധികൾ ശുശ്രൂഷകന്മാരുടെ വേഷത്തിലും വിശ്വാസികളുടെ വേഷത്തിലും ഒരുപോലെ ചർച്ചിനകത്തുണ്ടാകും ലാസ്റ്റ് ഡേയ്സിൽ. ഇവരെന്താ വിരോധിക്കുന്നതെന്ന് ചോദിച്ചാൽ, സത്യവചനം ഇവർ വിരോധിക്കും. They rebel against the word of God. They oppose true ministers of the word of God. അതെങ്ങനെ അറിയാം? 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടു 8-ാമത്തെ വാക്യത്തിൽ, യന്നേശും എംബ്രോസും മോശയോട് എതിർത്ത് നിന്നതുപോലെ വിരോധികൾ എതിർക്കുന്നവരാണ്. എന്തിനോട് എതിർക്കുന്നവരാ? സത്യത്തോട് അവരെതിർക്കും. അവർ ആരാധനയിൽ കാണും, അവർ സൺഡേ സ്കൂളിന് കാണും, അവർ പ്രസംഗിക്കുന്നവരുമായിരിക്കും. ഒരു വല്ലാത്ത കാലം, ചർച്ചിൽ ആൾ കുറയുന്ന കാലമല്ല, ചർച്ചിൽ വന്നിരിക്കുന്നവർ തന്നെ വിരോധികളായി സത്യത്തെ എതിർക്കുന്നവർ, സത്യം കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ. 4-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച, ഒന്നുകൂടെ വായിക്കട്ടെ. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസകരമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരയുകയും ചെയ്യുന്ന കാലം വരും. അത് വന്നു. തിമോഥെയോസിൻ്റെ സമയത്ത് തന്നെ വരുമെന്ന് പറയുന്നത് വന്നു എന്ന് 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നീ ഒഴിഞ്ഞിരിക്കുക എന്ന് പറയാൻ കാര്യം അത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. യു ഹാവ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം ദം എന്ന് പറയുമ്പോൾ ദേ ആർ ഓൾറെഡി ദേർ. അപ്പോൾ ഇതൊരു വളരെ ഗൗരവമായ കാര്യമാണ്.
നമ്മൾ അതിൽ ആദ്യത്തെ ദിവസം ചിന്തിച്ച് വന്നത് സുബോധം എന്നുള്ള ആ പദം നമ്മൾ പഠിക്കുകയായിരുന്നു. അതിലേക്ക് ഇനിയും പോകാൻ താല്പര്യപ്പെടുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ടത് പിശാചിനാൽ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ, ആ പിശാചിൻ്റെ കെണിയിൽ വീഴുക എന്ന് പറഞ്ഞാൽ എന്താ, അവിടെയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ച് നിർത്തിയത്. ഇന്നത്തെ ഈ ദിവസം പ്രത്യേകമായിട്ടും ആ 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നിന്നുകൊണ്ട് ദുർഘട സമയം എന്നുള്ള പദത്തിൻ്റെ അർത്ഥവും സത്യത്തിൻ്റെ പരിജ്ഞാനം, ആ പദം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. എന്താ ഈ ദുർഘട സമയം എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് പരിഭാഷയിൽ കാണുന്നത് ടെറിബിൾ ടൈംസ്. ദെയർ വിൽ ബി ടെറിബിൾ ടൈംസ്. അന്ത്യകാലത്തെക്കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ടോ? യേശു പറഞ്ഞിട്ടുണ്ട്. എല്ലാ സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24 പറഞ്ഞിട്ടുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം 13 പറഞ്ഞിട്ടുണ്ട്, ലൂക്കോസിൻ്റെ സുവിശേഷം 21:5 മുതലുള്ള വാക്യങ്ങളിൽ വിസ്തീർണമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം യേശു എന്തിനാണെന്നറിയാമോ പ്രാമുഖ്യം കൊടുത്ത് പറയുന്നത്? 24 മത്തായിയുടെ സുവിശേഷം ആദ്യ ദിവസം നമ്മൾ വായിച്ചു. തുടങ്ങുന്ന ഫസ്റ്റ് കാര്യം, ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ, വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിക്കണം. ലാസ്റ്റ് ഡേയ്സിൽ ഡിസപ്ഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷേ പൊതുവായിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ മാത്യു 24-ലും മാർക്ക് 13-ലും ലൂക്ക് 21-ലും നോക്കുമ്പോൾ അവിടെ എർത്ത് ക്വേക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭൂമി ഉലുക്കം, സുനാമി, വാർസ്, ഭയങ്കരമായിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഇതൊക്കെ അന്ത്യകാല ലക്ഷണമായിട്ട് പറയുന്നത് സുവിശേഷങ്ങളിൽ. പക്ഷേ ഒരല്പം വ്യത്യാസമായിട്ടാണ് ഈ 3-ന്റെ അന്ത്യകാലത്ത് ദുർഘട സമയം വരും എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയുന്നത്? പാൻഡമിക് പോലുള്ള സമയം വരുമെന്നാണോ? അതാ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇനിയും അടുത്തൊരു പാൻഡമിക് വരും, ഒരു ദുർഘട സമയമായിരിക്കും. അതോ കളറിസം, കാസ്റ്റിസം, റേസിസം ഇതൊക്കെ കൂടുമെന്നാണോ? അന്ത്യകാലത്ത് ദുർഘട സമയം എന്ന് പറഞ്ഞാൽ മനുഷ്യർ യുദ്ധം ചെയ്യുന്ന, പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന, എന്താ ഇവിടുത്തെ അർത്ഥം? ആ ദുർഘട സമയം എന്നുള്ള പദത്തിന് യഥാർത്ഥത്തിൽ അതിൻ്റെ പരിഭാഷ, വലിയ ഒരു ലോഡ് നിൻ്റെ മേൽ വരും. തിമോത്തിയോസിനോട് പൗലോസ് പറയുക, നല്ല ഭക്തനായ മനുഷ്യനോട് പറയുക, ദിസ് ഇസ് ദ ടൈം വെൻ യു കാനോട്ട് മൂവ് ഫോർവേഡ്, ഹാർഡ് ടു ബെയർ എന്നാ വാക്കിൻ്റെ അർത്ഥം. ദുർഘട സമയം എന്ന് പറഞ്ഞാൽ ടൈംസ് ഓഫ് സ്ട്രെസ്. നമുക്കെല്ലാം പരിചയമുള്ള വാക്കാണത്, സ്ട്രെസ്. ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും പറയുന്നത് ഇങ്ങനെ സ്ട്രെസ്സാണ് ഈ ദിവസങ്ങളിൽ, ഉറങ്ങാൻ ഒക്കുന്നില്ലെന്ന്, സ്ട്രെസ്സാ. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ടൈംസ് ഓഫ് സ്ട്രെസ്, ഹാർഡ് ടു ബെയർ ഡേയ്സ്. വെയിറ്റ് വന്ന് വീഴുന്നു. പക്ഷേ ഇവിടെ വ്യാഖ്യാനം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചിന്തിക്കും. ശരിയാ, ഞാനിപ്പോൾ ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ പോവുക. ഭയങ്കര സ്ട്രെസ്സാണ്. ജോലിയുടെ കാര്യം ഓർത്ത് സ്ട്രെസ്സ്, എഡ്യൂക്കേഷൻ ഓർത്ത് സ്ട്രെസ്സ്, മറ്റേ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എന്തോ ആവും, എല്ലാം ഓർത്ത് എനിക്ക് സ്ട്രെസ്. അപ്പോൾ ഇതാണോ ഈ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്? അന്ത്യകാലത്ത് സ്ട്രെസ്ഫുൾ ഡേയ്സ് വരും, ദുർഘട സമയം. ശരിയാ, എനിക്ക് ഉറക്കമില്ല, ഞങ്ങളുടെ ഫാമിലി എല്ലാം ഇതാ. അതല്ല, വെയിറ്റ് ചെയ്യ്. എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ 3-ാം അധ്യായം 12-ാമത്തെ വാക്യം ആവശ്യമാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം. അപ്പം എന്തോ ഈ സ്ട്രെസ് എന്നറിയാമോ? ആർക്കായി സ്ട്രെസ് എന്നറിയാമോ? അന്ത്യകാലത്തിൻ്റെ ലക്ഷണം, എനിക്ക് ആത്മീകമായി വളരാൻ താല്പര്യമുണ്ട് എന്ന് വിചാരിക്കുക. എനിക്കൊരു വലിയ തേസ്റ്റ് ഉണ്ട്, എനിക്കൊരു വലിയ വിശപ്പും ദാഹമുണ്ട്, എനിക്ക് ആത്മീകമായി മുന്നേറണം, എനിക്ക് കർത്താവിനെ അറിയണം, എനിക്ക് ആത്മസാന്നിധ്യം വേണം. പൗലോസ് തിമോത്തിയോസിനോട് പറയാ, നിനക്ക് ആ സമയം പാടാ, നിനക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല, നിന്നെ പിടിച്ച് കെട്ടിയിടും. എങ്ങോട്ട് പോകാതിരിക്കാൻ? ആത്മീകമായിട്ട് 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകത്തില്ല.
2022 കഴിഞ്ഞു, 2023 കഴിഞ്ഞ്, ഇനി 24, 25 ജീവനോടുണ്ടേലും അവിടെ തന്നെ കിടന്ന് തുഴയും. കാരണം എന്തോ ഉണ്ട്, വലിയ ഭാരമുണ്ട് മണ്ടയിൽ, സ്ട്രെസ്സുണ്ട്. ഇതായി ദുർഘട സമയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. ഭക്തിയോടെ ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നിവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാവരും, സൂമിൽ കേൾക്കുന്നവരും എല്ലാവരും, വി ഹാവ് എ ഡിസയർ ടു ലിവ് ഗോഡ്ലി ലൈഫ്. എനിക്ക് ആത്മീകമായി വളരണം, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം വേണം, യേശു ക്രിസ്തുവിനെ പോലെ ആകണം, വചനം വായിക്കണം. ഈ ആഗ്രഹമുള്ളവർക്ക് അന്ത്യകാലം ടെറിബിൾ ടൈംസ് ആയിരിക്കും. ദേ കാനോട്ട് മൂവ് ഫോർവേഡ്. ഭയങ്കര സ്ട്രെസ് ഉണ്ടാകും, ഭയങ്കര വെയിറ്റ് ഉണ്ടാകും. ഇത് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ളവരുടെ അകത്ത് പരിശുദ്ധാത്മാവ് തന്നെ ബോധ്യപ്പെടുത്തും, യെസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. എത്ര തീരുമാനമെടുത്തു, എത്ര സമർപ്പണം നടത്തി. ഒരു രീതിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്താൽ 1 മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കണമെന്നുണ്ട്. അടുത്ത ദിവസം മുതൽ 5 മിനിറ്റ് പോലും മാക്സിമം പ്രാർത്ഥിക്കാവുന്നതല്ല. എനിക്ക് ഇന്ന് മുതലൊന്ന് ബൈബിൾ വായിക്കണമെന്നുണ്ട്. ഡയറി ഒക്കെ എന്ത് ചെയ്യേ, ആ ഡയറി പുതിയ പോലെ അവിടെ ഇരിക്കും, 1 ഇഞ്ച് മുമ്പോട്ട് പോകത്തില്ല. എനിക്ക് കർത്താവിന് വേണ്ടി എവിടെയെങ്കിലും ഒരു മിഷൻ സ്റ്റേഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തീരുമാനമെടുത്തിട്ട് 3 വർഷം കഴിഞ്ഞു, അനങ്ങാനൊക്കത്തില്ല, പിടിച്ച് കെട്ടിയിട്ടിരിക്കുക. 18 കൂട്ടം കാര്യങ്ങൾ പറയുക, 2, 3, 4 വാക്യങ്ങളിൽ. ദുർഘട സമയം നമ്മളെ പിടിച്ച് കെട്ടുന്നത് എന്താ? തിമോത്തിയോസിനോടാണ് ഇത് പറയുന്നത് കേട്ടോ. അല്ലാതെ ഇന്നലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പൊങ്ങിയ ഒരാളോട് പറയുകയല്ല. ശ്രദ്ധിച്ചോണേ, ആത്മീയമായിട്ട് നിനക്ക് വളരാനൊക്കത്തില്ല. തിമോത്തിയോസിനോട് പറയുക, യു ഹാവ് ടു നോ, മാർക്ക് ദിസ്, അണ്ടർസ്റ്റാൻഡ് ദിസ്. നീ ഇത് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ നിര്യാണകാലം അടുത്തു. പൗലോസ് പറയുക, എനിക്കിനി നിൻ്റെ കൂടിരുന്ന് പറഞ്ഞു തരാനൊക്കത്തില്ല. ഇത് നീ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ കുത്തൊഴുക്കിൽ ഈ 18 കൂട്ടം കാര്യങ്ങൾ നിന്നെ ബന്ധിച്ചിടും. നിന്റെ ശുശ്രൂഷയിൽ നിനക്ക് പ്രോഗ്രസ് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ 18 കൂട്ടം കാര്യങ്ങൾ ഒരു നീണ്ട ലിസ്റ്റ് ആയതുകൊണ്ട് 2, 3, 4 വാക്യങ്ങളിൽ അത് കാണുന്നത്. അത് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമായൊരു മാർഗമുണ്ട്. ബൈബിൾ തുറന്നിരുന്നാലേ അത് നടക്കത്തുള്ളൂ. ഈ പ്രൊജക്ടർ എല്ലാ വാക്യങ്ങളോടും ഒരുമിച്ച് വരാത്തതുകൊണ്ട് അവരവരുടെ ബൈബിൾ തുറന്നിരുന്നാലേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. 2, 3, 4 വാക്യങ്ങളിലാണ് ഈ 18 കൂട്ടം കാര്യങ്ങൾ ലിസ്റ്റോടെ പറയുന്നത്. ഒരു സർക്കിള്, മനസ്സിലൊരു സർക്കിള് ചെയ്യണം. ഇതിൻ്റെ ഒരു ഔട്ടർ സർക്കിളുണ്ട്, രണ്ടാമത്തെ ഒരു സർക്കിളുണ്ട്, ഒത്ത നടുക്കൊരു സർക്കിളുണ്ട്. 18 കൂട്ടം കാര്യങ്ങളെ അങ്ങനെ ചിന്തിക്കാം. ഇതിൻ്റെ ഏറ്റവും വെളിയിൽ കിടക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ആദ്യത്തെ 2 എണ്ണവും അവസാനത്തെ 2 എണ്ണവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. നോക്കിയേ, എന്താണ് ആദ്യത്തെ 2 എണ്ണം? ദുർഘട സമയത്തിൻ്റെ ലക്ഷണം എന്താ? മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. അവസാനത്തെ 2 എണ്ണം എന്തുവാ? ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. 2 എണ്ണം തുടക്കത്തിൽ, 2 എണ്ണം അവസാനവും. 4 കാര്യവും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക? എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക? ലവ്. ഇറ്റ്സ് അബൌട്ട് ലവ്. ആദ്യത്തെ കാര്യം ലവിങ് അവർ സെൽഫ്സ്. രണ്ടാമത്തെ കാര്യം ലവിങ് മണി. മൂന്നാമത്തെ സ്നേഹം ലവിങ് പ്ലഷർ. നാലാമത്തെ നോട്ട് ലവിങ് ഗോഡ്. ഇതെന്തിൻ്റെ ലക്ഷണമാണ്? അന്ത്യകാലത്തിൻ്റെ സഭയുടെ ലക്ഷണമാണ്. ലാസ്റ്റ് ഡേയ്സിലെ സഭ, ശുശ്രൂഷകരും വിശ്വാസികളും ഒരുപോലെ കാലെ കെട്ട് വീഴും. എന്തിൻ്റെ കെട്ടാ? സ്വസ്നേഹത്തിൻ്റെ കെട്ട്. എന്തിൻ്റെ കെട്ടാ? ദ്രവ്യാഗ്രഹത്തിൻ്റെ കെട്ട്. എന്തിൻ്റെ കെട്ടാ? ഭോഗപ്രിയം എന്ന് പറഞ്ഞാൽ പ്ലഷറിൻ്റെ കെട്ട്. സാധാരണ ഒരു വ്യക്തി നോക്കുന്നത് ഈ 3 എണ്ണം ഒന്ന് ബാലൻസ് ചെയ്യണം. എന്തുമായിട്ട്? നാലാമത്തെ സ്നേഹമായിട്ട്, ദൈവസ്നേഹമായിട്ടൊന്ന് ബാലൻസ്. ചില പ്രശ്നം കഴിയുമ്പോൾ ചിലർക്ക് തോന്നുന്നതാ, ബാലൻസ് വേണം കേട്ടോ. ഒരു എന്തുവാന്ന് ചോദിച്ചാൽ ഈ 3 ഒന്നുകൂടെ ഒന്ന് ബാലൻസ് ചെയ്യാനായി നോക്കുന്നത്.
അത് അന്നത്തെ സൺഡേ സ്കൂളിൽ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ആ സൺഡേ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതൊക്കെ വായിക്കുമ്പോൾ അത് എൻ്റെ മനസ്സിൽ വരും. ധനവാന്റെയും ലാസറിൻ്റെയും കഥ പഠിപ്പിച്ച സൺഡേ സ്കൂൾ ടീച്ചർ 9:30 ചർച്ച് സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് ധൃതി വെച്ച് പഠിപ്പിക്കുക. ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആവിഷ്കരിച്ച് കാണിക്കാം. മെഴ്സഡീസ് ബെൻസ് ഉണ്ട്, വെളിയിൽ നല്ല വീടുണ്ട്, പക്ഷേ ചൊറി പിടിച്ച് ലാസർ വെളിയിൽ കിടക്കുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചൊറി പിടിച്ച ലാസർ അബ്രഹാമിൻ്റെ മടി വന്നു. ധനവാനായവൻ യാതനാ സ്ഥലത്ത് പോയി. ഏറ്റവും 9:30 ആകാറായി, ടീച്ചർ ഇതായി. എന്നിട്ട് സോ യു വാണ്ട് ടു ബിക്കം ലൈക്ക് ഹും. 4 ബോയ്സാണ് ഇരിക്കുന്നത്, ഒന്നും പറയുന്നില്ല, 4 പേരും തല ഉഞ്ചിരിക്കുക. പിന്നെ ടീച്ചർ പറഞ്ഞു വി ഹാവ് ടു ഗോ, 9:30 ആയി, സാർ പറ ആരെ പോലെ ആവണം. മിടുക്കരായവൻ പറഞ്ഞു, ഈ ലോകത്തിൽ ധനവാനും മരിച്ചു കഴിഞ്ഞ് ലാസറും. ഇതാണ് ഒരു 80% ബിലീവേഴ്സിൻ്റെ അകത്ത്. പക്ഷേ വി ഹാവ് ടു ചൂസ് എന്നാണ് പൗലോസ് പറയുന്നത്. ദുർഘട സമയത്തിൽ ഈ ആൻഡ് ഇല്ല. ഏത്? പ്ലഷർ ആൻഡ് ലവിങ് ഗോഡ് ഇല്ല. ഓർ. പഴയ നിയമത്തിൽ മണിയും ഗോഡും ആൻഡ് ആയിരുന്നു. ആണോ അല്ലയോ? കഴിഞ്ഞ ദിവസം ഞാൻ പാസിങ്ങിൽ പറഞ്ഞല്ലോ, ആവർത്തന പുസ്തകം 28 ഇഫ് യു ലവ് ഗോഡ് ദെൻ മണി, loving God and money can coexist in the Old Testament, പഴയ ഉടമ്പടി. പക്ഷേ പുതിയ നിയമ മധ്യസ്ഥനായ യേശു വേറൊരു മലയിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു വലിയ വിപ്ലവകരമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്തോ പറഞ്ഞത്? യു cannot serve two masters, you have to love one and hate the other. അതെങ്ങനെ സംഭവിക്കുന്നത്? You have to love one, you have to choose. അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഭക്തരായ മനുഷ്യൻ പറഞ്ഞ, there are 2 loves inside of me. I love the love that loves the good and I hate the love that loves evil. 2 സ്നേഹങ്ങളുണ്ട് നമ്മുടെ എല്ലാവരുടെ അകത്ത്. The question this evening, ഈ ആനുവൽ കൺവെൻഷൻ്റെ അവസാന ദിവസത്തെ ക്വസ്റ്റ്യൻ, ദുർഘട സമയമാണിത്. ഒറ്റ ലാംഗ്വേജേ സാധാരണ വ്യക്തിക്ക് മനസ്സിലാവത്തുള്ളൂ. അത് ഏത് ലാംഗ്വേജാണെന്നറിയോ? എൻ്റെ കാര്യം, സ്വന്തം കാര്യം. ആ സ്വന്തം സ്നേഹത്തിൽ നിന്നും വരുന്നതാണ് അടുത്ത സ്നേഹം, ദ്രവ്യാഗ്രഹം. ആ ദ്രവ്യാഗ്രഹം കൂടിക്കഴിയുമ്പം പൈസ ഉണ്ടാകുമോ ഇല്ലയോ? ഉണ്ടാകും, നാച്ചുറലി ഉണ്ടാകും. ഉണ്ടായി കഴിയുമ്പോൾ 3ാമത്തെ സ്നേഹം വരും. എന്തുവാ? പ്ലഷർ. ഈ 3 കൂടെ നിറഞ്ഞു കഴിയുമ്പം ഒരു സ്നേഹം വെളിയിലാവും. ഇതാണ് പൗലോസ് ആരോട് പറയുന്നേ? അപ്പോൾ തീമോത്തിയോസിന് അതിൻ്റെ ഡേഞ്ചർ ഉണ്ടോ? ഇല്ലെങ്കിൽ ഈ മഷി കളയത്തില്ലല്ലോ ഇവിടെ. ഈ പ്രസംഗകനായ തീമോത്തിയോസിന് ഇതിൻ്റെ ഡേഞ്ചർ ഉണ്ടെങ്കിൽ ജോ എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതിനകത്ത് വീഴും. കാരണം ഞാൻ പൗലോസിൻ്റെ കൂടെ നടന്നിട്ടില്ലല്ലോ. പൗലോസിൻ്റെ കൂടെ നടന്ന ഒരാൾക്ക് വാണിങ് കൊടുക്കുകയാണിത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കണേ. ഈ നമ്മൾ വാസ്തവത്തിലെ പാടുമ്പോൾ ഒക്കെ നമ്മൾ പാടും ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ. നമ്മൾ ചിന്തിക്കുന്നത് ഈ 1st സെഞ്ച്വറിയിലേക്കൊന്ന് പോയായിരുന്നെങ്കിൽ എന്തോ നടന്നേനെ, തിങ്സ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. 1st സെഞ്ച്വറി ഏതോ ഒരു മാജിക്കൽ സംഭവമായിട്ടാണ് നമ്മുടെ പലരുടെയും, എൻ്റെ മനസ്സിലും അങ്ങനെ ഇരുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ന് 2023 ഒത്തിരി എല്ലാം വല്ലാതായി. 1st സെഞ്ച്വറിയിൽ പൗലോസും ഒക്കെ ശുശ്രൂഷ കൊരിന്തോ എഫെസോസോ ആയിരുന്നെങ്കിൽ ഒരു പെർഫെക്റ്റ് ചർച്ചായി. ഫാർ ഫ്രം ഇറ്റ്. കാരണം പൗലോസ് ഈ ലേഖനങ്ങളിൽ 1 തിമോത്തി 2 തിമോത്തി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നോക്കിക്കേ, 1 തിമോത്തി ചാപ്റ്റർ 3 and verse 4 എൽഡേഴ്സിനോടുള്ള ബന്ധത്തിൽ പറയുക കേട്ടോ. ലാസ്റ്റ് ഡേയ്സിൽ സഭാ പരിപാലനത്തിൽ എൽഡേഴ്സായിട്ട് വരുന്നവരോട് എടുത്തു പറയുക. 3:4 ശാന്തനും കലഹിക്കാത്തവരും. അത് 2 തിമോത്തിയോസ് 2 ഉണ്ടോ? അത് 2 തിമോത്തിയോസ് 2 പറയുന്നുണ്ട്. തിമോത്തിയോസെ ഇറിറ്റേറ്റഡ് ആവരുത്, സൗമ്യതയോടെ നീ പഠിപ്പിക്കണം. ആരെയാ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടത്?
വിരോധികളെ, പിശാചിനാ പിടിക്കപ്പെട്ടവരെ, കെണിയിൽ അകപ്പെട്ടവരെ, 2:26 2 തിമോത്തി പറയുന്നത് എന്തുവാ? അവരെ സൗമ്യതയോടെ നീ പഠിപ്പിക്കണം. ഒപ്പോണൻസ് മസ്റ്റ് ബി ജെന്റ്ലി ഇൻസ്ട്രക്റ്റഡ്. ശാന്തത വേണം, കലഹിക്കാത്തവനായിരിക്കണം. അടുത്ത എന്തുവാ? ദ്രവ്യാഗ്രഹമില്ലാത്തവരായിരിക്കണം. കാരണം ഇത് ബിലീവറിനെ മാത്രമല്ല എല്ലാവരെയും പിടിക്കുന്ന സാധനമാണ് ദ്രവ്യാഗ്രഹം. 1 തിമോത്തിയോസ് 6:5 ഇതുണ്ടോ നോക്കിക്കേ. എവിടെ ഒരു ലിസ്റ്റ് കാണുന്നുണ്ടോ? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ 2 തിമോത്തി 3:1 ദുർഘട സമയം ഔട്ട് ഓഫ് ദ ബ്ലൂ പറഞ്ഞതല്ല. പോൾ ഈസ് തിങ്കിങ് അബൌട്ട് ദിസ് അഗെയിൻ ആൻഡ് അഗെയിൻ. 1 തിമോത്തി chapter 6:5 പിന്നെയും അവിടെ പറയുക, ലീഡേഴ്സിനെ കുറിച്ച് പറയുമ്പം പറയുക, ഫോൾസ് ടീച്ചേഴ്സും ലവ് ഓഫ് മണിയും കമ്പാരിസൺ ചെയ്യുമ്പോൾ പറയുക, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻഷ്യൽ ഗെയിൻ. ഇതെന്തിൻ്റെ ലക്ഷണമാണ്? ദുർഘട സമയത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഗെയിൻ കിട്ടുന്ന ആളിന് ചിന്തയുണ്ടോ? എനിക്ക് മുമ്പോട്ട് പോകാൻ ഒക്കുന്നില്ല, ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്ന് ചിന്തയില്ല. അതാണ് ഡിസപ്ഷൻ്റെ ഏറ്റവും വലിയത്. ഐ ഡോണ്ട് നോ, ഐ ആം ഡിസീവ്ഡ്. ഐ ആം തിങ്കിങ് ഐ ആം റണ്ണിങ് ഫോർവേഡ്. അവർ ചിന്തിക്കുന്നത് ഗോഡ്ലിനെസ് ഈസ് എ മീൻസ് ടു ഫിനാൻഷ്യൽ ഗെയിൻ. കൂടുതൽ പ്രാർത്ഥിച്ചു എനിക്ക് കൂടുതൽ കിട്ടി, കൂടുതൽ പ്രസംഗിച്ചു എനിക്ക് കൂടുതൽ കിട്ടി. അവരുടെ മനസ്സിൽ ഈ ഇക്വേഷൻ കറക്റ്റാ. ഞാൻ വിശ്വസ്തനായിരുന്നു ദൈവം, ഞാൻ ഇത് പ്രാർത്ഥിച്ചു എനിക്കിത് തന്നു, എല്ലാം പ്രാർത്ഥിക്കാൻ എല്ലാം എനിക്ക് മറുപടി കിട്ടുന്നുണ്ടല്ലോ. ഫിനാൻഷ്യൽ ഗെയിനിന് ഗോഡ്ലിനെസ് ഒരു മീൻസായിട്ട് ഉപയോഗിക്കും. പൗലോസ് പറയാ, ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ടൈറ്റസ് 1:7 തീത്തോസിലും പൗലോസിലും പറയാൻ എന്തുവാ ഉള്ളത്? 1:7 അധ്യക്ഷൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാകിയാൽ അനന്യനായിരിക്കണം, തന്നിഷ്ടക്കാരനും കോപിയും മദ്യപ്രിയനും തല്ലുകാരനും. അതുകൊണ്ട് പിന്നെയും പറയാനുള്ളത് ദുർലാഭമോഹി. അന്ത്യകാലത്ത് ദുർഘട സമയം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ശ്രദ്ധിക്കൂ. ഇങ്ങനെയുള്ള ആളുകൾ വേദികൾ നിറയുമ്പോൾ ഈ ഇൻഫ്ലുവൻസ് ആണ് അങ്ങോട്ടും വരാൻ പോകുന്നത്, വേറെ ഒന്നുമല്ല വരാൻ പോകുന്നത്. യു വിൽ ഓൺലി സീ സ്ക്രിപ്റ്റേഴ്സ് ദാറ്റ് വിൽ ഫർദർ ഇൻഡ്യൂസ് ലവ് ഓഫ് മണി. അങ്ങനെയുള്ള വാക്യങ്ങൾ കാണും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഈ സാക്ഷ്യമുള്ളിടത്ത് എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നോളാം. എന്താ ഈ സന്തോഷിപ്പിക്കുന്നത്? സാധാരണ സന്തോഷിപ്പിക്കുന്നതല്ല, എനിക്ക് കിട്ടുന്ന കാര്യം വായിക്കുമ്പോഴാണ്. സാധാരണ സന്തോഷിപ്പിക്കുന്നത് എന്നെ ഒന്ന് ഈസാക്കുന്ന വാക്യങ്ങളാണ്. എപ്പോഴായിരിക്കും നമ്മുടെയൊക്കെ കൂടിവരവിൽ അല്ലെ വ്യക്തിപരമായ ജീവിതത്തിൽ ഫാമിലി പ്രയറിൽ ഫാദർ ഇരുന്നുകൊണ്ട് പറയുക, I would like to just read a verse which disturbed me the last 2 days. എന്നെ സന്തോഷിപ്പിച്ചതല്ല, എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയ ഒരു വാക്യം I would like to share with you. അത് കാണുമ്പോൾ ഓർത്തോണം, ഈ വ്യക്തി കയറ് പൊട്ടിച്ചു. ഭക്തനായി ജീവിക്കാൻ he is pressing forward. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതിനകത്തുനിന്ന് വെളി വരാൻ വേണ്ടി നിങ്ങളെ ദൈവം വിളിക്കുവാണ് ഇന്ന് രാത്രി. അല്ല, നമ്മൾ ചുമ്മാ ഇവിടെ കഥ കേൾക്കാൻ വന്നിരിക്കുകയല്ല. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ ദിസ് കൺവെൻഷൻ. ആ കൺവെൻഷൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ, there are traps. പിശാചിൻ്റെ പിടിയിലാകും, കെണിയിലകപ്പെടും. അതിൽ നിന്നും ഒന്ന് മാറണമെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തോട് പറയണം, ലോർഡ് ഹെൽപ്പ് മീ ടു കം ഔട്ട് ഓഫ് മൈ സെൽഫിഷ് ambition, self-love, self-absorbed state. I want to serve you. ദൈവത്തെ സ്നേഹിക്കണം. അതിന് തടസ്സമായുള്ള സ്നേഹങ്ങൾ എല്ലാം മരിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. അവിടെ അതാ ട്രൂ റിവൈവൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ട്രൂ റിവൈവൽ. ഈ 3-ാം അധ്യായം 2 തിമോത്തിയോസ് 3:6 വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും
ഉള്ളവർ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമോ? സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും ഉള്ളവർക്ക് സ്പിരിച്വാലിറ്റി ഇച്ചിരി കൂടാൻ സാഹചര്യം ഇതുകൊണ്ട് സാധ്യതയുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും ഉള്ളവർ ഒരു പാടത്തും പ്രാർത്ഥിക്കത്തൊന്നുമില്ലത്തെ. അങ്ങനൊന്നും അല്ല. സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും ഉള്ളവർ ബൈബിള് പറയുന്നു ഭയങ്കര ആത്മീയരായിട്ട് വെളിയിൽ കാണും. അതെന്താന്ന് ചോദിച്ചാൽ വീടുകളിലെ പ്രാർത്ഥനയായി കൂടിവരവായി കേൾക്കേണ്ടത് മൊത്തം എന്തുവാ? നാനാ മോഹങ്ങളിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാനിഷ്ടം ഈ മോഹങ്ങളെ സാധൂകരിക്കുന്ന, ഈ മോഹങ്ങൾക്ക് വെള്ളവും വളവും ഇട്ട് തരുന്ന ശുശ്രൂഷ കേൾക്കണം. അതാ 3:6. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ എന്താ ഉള്ളത്? ഈ സ്വന്തം മോഹവും എല്ലാം ഉള്ളവരെ പൗലോസ് വിളിക്കുന്ന ഒരു കാര്യമുണ്ട്. അവർക്ക് എന്തിൻ്റെ വേഷമുണ്ട്? ഭക്തിയുടെ വേഷമുണ്ട്. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, ഇതെല്ലാം ബിലീവേഴ്സാണ്, ഇതൊന്നും അവിശ്വാസികളല്ല. ഈ സ്വന്തം സ്നേഹമുള്ളവരും ദ്രവ്യാഗ്രഹികളും നമ്മൾ ചിന്തിക്കുന്നത്, ഈ വലിയവനായ കർത്താവിനെ എനിക്കൊന്ന് രുചിച്ചറിയാനൊത്തു. ആർക്കാ ഈ സ്വന്തം സ്നേഹമുള്ളത്? എൻ്റെ വെളിയിൽ കിടക്കുന്നവൻ. ആർക്കാ ഈ ദ്രവ്യാഗ്രഹമുള്ളവൻ? എൻ്റെ യേശുവിനെ അറിയത്തില്ല. വെയിറ്റ്, ഈ ലിസ്റ്റെല്ലാം അകത്താന്ന്. ഭക്തിയുടെ വേഷം ധരിച്ചവർ, എപ്പോഴും ബൈബിള് പഠിച്ചവർ, പക്ഷെ അകത്തൊറ്റ കാര്യമുള്ളൂ, എന്നെ സ്നേഹം, ദ്രവ്യാഗ്രഹം. അപ്പം ഇതിപ്പോഴും ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഇങ്ങനെ ഹാങ്ങിങ് ഇൻ ദ എയറാ. ഇതുവരെ താഴോട്ട് മുട്ടിയിട്ടില്ല. വെൻ ദ റബ്ബർ ഹിറ്റ്സ് ദ റോഡ് എന്ന് പറയുന്ന പോലെ ഇപ്പോഴും ഫ്ലൈറ്റ് മേളില്ല. ഇപ്പോഴും നമുക്ക് ചിലർക്ക് മനസ്സിലായിട്ടില്ല ഇതെന്തോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ. അയ്യോ, എനിക്ക് സ്വന്തം സ്നേഹമൊന്നുമില്ല, എനിക്ക് ദ്രവ്യാഗ്രഹവും ഇല്ലെന്നാണ് നമ്മൾ ചിന്തിക്കാൻ സാധ്യത. പക്ഷെ ഈ ടയർ ഒന്ന് താഴെ മുട്ടട്ടെ. മുട്ടുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ, സ്വന്തം സ്നേഹം ഉള്ളവരെയും ദ്രവ്യാഗ്രഹമുള്ളവരെയും എങ്ങനെ തിരിച്ചറിയാൻ നോക്കും? എല്ലാവരും ശാന്തരായി പെട്ടെന്ന്. അപ്പോൾ ഇപ്പം എല്ലാവർക്കും കൂടെ സംസാരിക്കാൻ ഒക്കാത്തതുകൊണ്ട് ഞാൻ സൂചനകൾ മാത്രം തരാം. സ്വന്തം സ്നേഹമുള്ളവരെയും ദ്രവ്യാഗ്രഹമുള്ളവരെയും പ്ലഷർ, ലവ് ഓഫ് പ്ലഷറും ഉണ്ടല്ലോ, ഉള്ളവരെ വേഗത്തിൽ തിരിച്ചറിയാം. അവർ പൈസ പറയുന്നത് പോലെ അവരുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കത്തുള്ളൂ. ആര് പറയുന്ന പോലെ? ആര് പറയുന്ന പോലെ അല്ലായിരിക്കും? ദൈവം പറയുന്ന പോലെ ഒന്നുമല്ല. ഏത് രാജ്യത്തിൽ പോകണം ആര് തീരുമാനിക്കും? പൈസ തീരുമാനിക്കും, ദൈവമല്ല തീരുമാനിക്കുന്നത്. ആരെ വിവാഹം കഴിക്കണം ആര് തീരുമാനിക്കും? പൈസ തീരുമാനിക്കും. 2 പ്രപ്പോസൽ വന്നെന്ന് വെക്ക്. അപ്പം അതിൽ ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർ ആത്മീയരായിരിക്കുമോ? പിന്നെ ആത്മീയരായിരിക്കും. പക്ഷെ അവർക്ക് ഒറ്റ കാര്യമേ മനസ്സിൽ മുന്തി നിൽക്കത്തുള്ളൂ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈയിടെ ഒരാൾ പറഞ്ഞ പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചും ജാഗരിക്കുകയും ഒക്കെ ഇരിക്കുകയാണ്, മോക്ക് വേണ്ടിയാ ആലോചന. അപ്പം 2-3 ചെറുക്കന്മാരുടെ വിവാഹാലോചന വന്നിട്ടുണ്ട്. ഒന്നിൻ്റെ സർട്ടിഫിക്കറ്റ് ആള് ഒരാത്മീയനാണ്, വേറെ ഒന്നും നോക്കണ്ട, ആളൊരാത്മീയനാണ്. അപ്പം ഇത് ഓക്കെ, പിന്നെയും നമുക്ക് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പോഴാണ് വേറൊന്ന്, ഒരു കൈ ബൈബിളുണ്ട്, ഒരു കൈ ഒരു കറുത്ത ബാഗുമുണ്ട്. എന്തോ ഈ കറുത്ത ബാഗ്? പൈസ എന്ന് പറഞ്ഞാൽ ഈ മിസ്റ്ററി എന്താന്ന് ചോദിച്ചാൽ ദുർസ്വഭാവമൊന്നുമില്ല, കാശുമുണ്ട്, ഭക്തനുമാണ്. ഇനി പ്രാർത്ഥിക്കണോ? വേണ്ട. അതാ പൈസ സ്നേഹമുള്ള ഒരാളുടെ ടിപ്പിക്കൽ ലക്ഷണം. ഇപ്പോൾ ഒരു നല്ല വേറെ ഏതെങ്കിലും രാജ്യം എങ്ങോട്ടേലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ഇന്ത്യയിലേക്ക് പോകാനാന്ന് പറ, ഇരുന്ന് പ്രാർത്ഥിക്കും.
ഒരാഴ്ചയൊന്നുമല്ല, ചിലപ്പോൾ 21 ദിവസം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ച പോലെ, ബ്രദർ, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊരു നിയോഗമുണ്ട്, അതപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ചിലപ്പം പാസ്റ്റർ ക്ഷീണിച്ചായിരുന്നെന്ന് തോന്നുന്നു, എന്തോ പ്രാർത്ഥിച്ച് വേറൊരാളോടും നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. നമുക്കിഷ്ടമുള്ളത് കേൾക്കുന്നിടം വരെ. ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ വേറൊരു രാജ്യത്തിലേക്കോ കുറച്ചുകൂടെ ബെറ്റർ, ബിഗർ, അത് നമ്മളങ്ങ് സ്വീകരിക്കും. ഇറ്റ് മസ്റ്റ് ബി ഗോഡ്. അല്ലെങ്കിൽ ചിലർ പറയുന്ന പോലെ ഇത് കർത്താവിനല്ലാതെ ആർക്കും തുറക്കാനൊക്കത്തില്ല. ഇതെല്ലാം ഡെവിളിൻ്റെ ലൈസാണ്. സ്വന്തം സ്നേഹത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക. പിശാചിന് വാതിൽ തുറക്കാനൊക്കുമോ? പിശാച് തുറക്കുന്ന വാതിൽ എങ്ങനെയുള്ളതായിരിക്കും? വിശാല വഴിയായിരിക്കും. യേശുവിൻ്റെ അടുക്ക ചെന്ന് എന്തോ വഴിയുടെ കാര്യമാണ് പറഞ്ഞേ? ഇതെല്ലാം തരാം. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ശാന്തരായി. അത് ഇറ്റ്സ് ഓക്കെ. കാരണം ഇത് പറയാതെ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ വഞ്ചിക്കുകയാണ്. അന്നൊരിക്കൽ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ട വരുമ്പോൾ, സിംഗപ്പൂരിൽ നിങ്ങൾ പോയി ശുശ്രൂഷിച്ചായിരുന്നു, എന്താ നീ അവരോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ദുർഘട സമയത്തിൽ പിടിക്കപ്പെട്ടൊരു ശുശ്രൂഷകനായി ഞാൻ അന്ന് മാറാതെ, ഞാൻ സത്യമായി നിങ്ങളോട് പറയട്ടെ, യു ഹാവ് ടു ബി കെയർഫുൾ. ഇത് രണ്ടൂടെ ഒരുമിച്ച് പോത്തില്ല. യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ലവിങ് ഗോഡ് ആൻഡ് ലവിങ് യുവർ സെൽഫ്. അപ്പോൾ എന്തോ പാസ്റ്റർ പറയുന്നത്, എല്ലാവരും ഇപ്പോൾ ജോലി വിടണോ നാളെ? നോ. ജസ്റ്റ് ആസ്ക് ദാറ്റ് ബേസിക് ക്വസ്റ്റ്യൻ. Are you loving yourself with what you have, or you love God with what you have? ആർക്കാ ഇവിടെ പ്രാധാന്യം? The limelight is on you or the limelight is on God? അങ്ങനെയുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയാം. അവർ ചിലപ്പോൾ വലിയ സ്ഥാനങ്ങളിലൊക്കെ വരും, പക്ഷേ the way they handle money, the way they speak about their position, it's very evident they love God. അവർ പറയുന്നത്, ഐ ഡോണ്ട് ഡിസേർവ് ടു ബി ഹിയർ, ഗോഡ് ഹാസ് പ്ലേസ്ഡ് മീ ഹിയർ ഫോർ ഹിസ് പർപ്പസ്. ദേ ഡോണ്ട് ലവ് ഇറ്റ്, ദേ ലവ് ഗോഡ് ആൻഡ് ദേ യൂസ് വാട്ട് എവർ റിസോഴ്സസ്. മണി ഫോർ ദം ഈസ് നോട്ട് മാസ്റ്റർ, മണി ഫോർ ദം ഈസ് സെർവൻറ്റ് അണ്ടർ ദെയർ ഫീറ്റ്. ഞാൻ പറയുന്നതല്ല, യേശു പറഞ്ഞ അങ്ങനെയുള്ളവർക്ക് മണി ഒരു ദാസനായിരിക്കും, കർത്താവല്ല. യേശുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ കീഴിൽ വരണമെന്ന് പൗലോസ് തീമോത്തിയോസിനെ ഓർപ്പിച്ചെങ്കിൽ, ഇന്നത്തെ ദിവസം രാത്രിയിൽ എല്ലാവരും കേൾക്കണമേ, നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഡിസിഷൻസിൽ ഈ പണക്കൊതിയിലും സ്വസ്നേഹത്തിലും പിടിക്കപ്പെടാതെ ദൈവപ്രീതിയുള്ളവരായി നമുക്ക് മാറാം. ഈ എന്താ 1 തീമോത്തിയോസ് 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ആ വാക്യം എങ്ങനെ വായിക്കാതിരിക്കും? 6-ന്റെ 10-ാമത്തെ വാക്യം, സകലവിധ ദോഷത്തിനും മൂലകാരണമാണ്. For the love of money is the root of all evil. ഒരാൾ പൈസയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? Where your treasure is, there your heart will be. If you love a thing, you will be devoted to it. You will worship it. You will glorify it. Your whole focus, your priority, your prayer, everything will be geared towards that. അതാണ് ഒരു കാര്യത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണം. ഈ സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും ഒരുമിച്ച് കൂടി വന്നു കഴിയുമ്പോൾ, ഒരു വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്തവേ അറിയത്തുള്ളൂ. പറഞ്ഞല്ലോ, ഈ സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും അടുത്തൊരു സ്നേഹത്തിലേക്കാണ് വഴിവിടുന്നത്. ഭോഗപ്രിയർ, ലവിങ് പ്ലഷർ എന്ന് പറഞ്ഞാൽ, കാശുമായി സ്വന്തം സ്നേഹമായി ഒരു വെക്കേഷൻ വരുമ്പോൾ അദ്ദേഹത്തിന് എന്തേ മനസ്സിൽ വരത്തുള്ളൂ? എനിക്ക് എങ്ങനെ ഒന്ന് എൻജോയ് ചെയ്യാം. കാരണം
ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ പൈസ ഇരിപ്പുണ്ട്, എനിക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഈ വർഷത്തിൽ ഒരിക്കൽ വല്ലം ഒന്ന് എന്തോ ചെയ്യണം, ടു എൻജോയ്. സോ വേർ ഷുഡ് ഐ ഗോ? ഇരുന്നുകൊണ്ട് പിന്നെ കണ്ടുപിടിക്കുക എവിടെ പോവാം. ഇപ്പം അപ്പോഴാണ് നോക്കിയപ്പം ഒരിടത്ത്, ഇവിടെ ചിലപ്പം വിസയുടെ പ്രശ്നം ഉണ്ടാവും, കോവിഡും അവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ചെയ്യും അടുത്ത്? പ്രാർത്ഥിക്കാം. കാരണം എൻ്റെ കാര്യം നടക്കണം. ഐ ആം ലവിങ് പ്ലഷർ, ഐ വാണ്ട് ടു ബി ദെയർ. അപ്പോൾ ഞാൻ എൻ്റെ നോട്ടത്തിൽ കോവിഡ് പിടിക്കാൻ സാധ്യതയുണ്ടോ, ഫ്ലൈറ്റ് കയറുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ യേശു എന്താ ഇവർക്ക്? യേശു ഇങ്ങനെയുള്ളവരുടെ സങ്കല്പത്തിൽ നമ്മുടെ ബെഡിൻ്റെ സൈഡിൽ വന്ന എല്ലാ ദിവസവും വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു ടുഡേ? അപ്പോൾ ഇങ്ങനെയുള്ളവർ തിരിച്ചു പറയും, ഐ വിൽ ബി ട്രാവലിംഗ് ഫ്രം ഹിയർ ടു ദെയർ, പ്ലീസ് പ്രൊട്ടക്ട് മീ. അപ്പോൾ യേശു ശരി, ഐ എം പ്ലാനിങ് ടു ഗോ ടു ദിസ് പ്ലേസ്, പ്ലീസ് ടേക്ക് കെയർ ഓഫ് മീ, സ്പെഷ്യലി വൈറസ് ഈസ് അറൗണ്ട്. അപ്പോൾ ജീസസ് ഈസ് എ പ്രൊട്ടക്ടർ, എ കംഫർട്ടർ, എ സെർവൻറ്റ്. പക്ഷേ ഇതെന്തോ ആകണം, നേരെ തിരിയണം. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഐ എം ആസ്കിങ് ഗോഡ്, ഡു യു വാണ്ട് മീ ടു ഗോ ദെയർ? If I go there more than my pleasure, I want you to accomplish something through my life. ഒരു ദേശത്ത് പോകുമ്പോഴും ലവിങ് ഗോഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഹാർട്ട് ബീറ്റ് ഇരിക്കുന്നത്, ലോർഡ് ഇൻ ദ എയർക്രാഫ്റ്റ് ഓർ ഇൻ ദ ഹോട്ടൽ, ബ്രിങ് സംബഡി ഇൻ ഫ്രണ്ട് ഓഫ് മീ, ഐ വാണ്ട് ടു ഷെയർ ഗോസ്പൽ. ആ വ്യക്തിയെ കാണുമ്പോൾ അറിയാം, പൊട്ടിച്ചു. എന്തോ പൊട്ടിച്ചു? ആ കാലേ കിടക്കുന്ന ഇത് പൊട്ടിച്ച് ഭക്തനായി ഓടുക. ദുർഘട സമയം ആത്മീകർക്ക് വലിയ പ്രയാസമാണ്. കാരണം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്വന്തം സ്നേഹത്തെക്കുറിച്ചുള്ള സാക്ഷ്യം, ദ്രവ്യാഗ്രഹത്തെക്കുറിച്ചുള്ള സാക്ഷ്യം, പ്ലഷറിൻ്റെ സാക്ഷ്യം. ഇപ്പം എത്ര മാതാപിതാക്കൾ പ്രഷറിലാണെന്നറിയാമോ? പ്ലഷർ നിമിത്തം. കാരണം ആരെങ്കിലും ഒരു ഫാമിലി ഒരു പ്ലഷറിൻ്റെ കഥ വന്ന് വിളമ്പും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കാതിരിക്കാൻ നമ്മൾ കൊണ്ടു നടക്കുക, അവരോട് പോയി സംസാരിക്കണ്ട. അപ്പോൾ എങ്ങനെയാണെന്നേലും സംസാരിക്കത്തില്ലേ? ഞങ്ങൾ ഈ പ്രാവശ്യം ഇതാ പോയത്. അപ്പോൾ അന്ന് മുതൽ കുഞ്ഞുങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന്, അപ്പോൾ വൈ കാൺട്ട് വി ഗോ, ദേ ആർ ഓൾ ഗോയിങ്. അത് സാക്ഷ്യവചനത്തിലൂടെയായി. സാക്ഷ്യവചനത്തിലൂടെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചതല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പൊടി കണ്ണുനീരും ചിലപ്പോൾ വരും. കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ തപ്പിത്തടഞ്ഞ് സൈക്കിളെ കിടന്ന് ഞാൻ ഇന്ന സ്ഥലത്തൊന്നും പോകുന്നു ഞാൻ ഓർത്തതല്ല. വാസ്തവത്തിൽ ഈ ടെസ്റ്റ് മണിയിലൂടെ നടന്നത് എന്താ? കുത്തിവെച്ചു. എന്തോ കുത്തിവെച്ചു? എല്ലാവർക്കും ഭോഗപ്രിയം കുത്തിവെച്ചു. എന്നിട്ട് ഞാൻ ശാന്തമായിട്ട് അവിടെ ഇരിക്കുക, വെടി എല്ലാവരെയും പൊട്ടിച്ചിട്ടിരിക്കുക. ഞാൻ ആർക്കാ ക്രെഡിറ്റ് കൊടുത്തത്? ദൈവം. അതാ ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ. ഭക്തിയുടെ വേഷം എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിനെ വിടുന്നില്ല. എൻ്റെ അതരങ്ങളിൽ എവിടോട്ട് തിരിയുമ്പോഴും കർത്താവേ, യേശുവേ, സൂക്ഷിച്ചോണേ. പക്ഷേ ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ്. സ്വന്തം സ്നേഹത്തിൽ നിന്നും ആ സ്വാർത്ഥതയിൽ നിന്നും പൈസാക്കൊതി ഉണ്ടാകുന്നു. പൈസാക്കൊതി ഉണ്ടായി പൈസ കൂട്ടി വെച്ച് കഴിയുമ്പം അതെങ്ങനെ ചെലവഴിക്കണമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്കൊരു ബ്ലാസ്റ്റ് വേണം. ഈ പൗലോസ് പറയാ, തീമോത്തിയോസേ, ശുശ്രൂഷകനായ നീ ഇത് ശ്രദ്ധിച്ചോണം, എഫെസസ് സഭ ഇത് ശ്രദ്ധിച്ചോണം. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലെ 1-ാമത്തെ സഭയാണ് എഫെസസ് സഭ. എന്തോ അവരോട് പറയാനുള്ളത്? നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് നിങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. പ്രാർത്ഥന കുറഞ്ഞെന്നാണോ? അല്ല. ഇതാ ഈ സ്നേഹത്തിൻ്റെ പ്രത്യേകത. നമ്മൾ യഥാർത്ഥമായി യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ നാമം മഹത്വപ്പെടാനുള്ള പരിപാടികളെ നമ്മൾ ചിന്തിക്കത്തുള്ളൂ.
നമ്മൾ യേശുവിനെ ആരാധിക്കുന്നെങ്കിൽ, യേശുവാണ് നമ്മുടെ ആത്മമണവാളനെങ്കിൽ, യേശുവിനെയാണ് നമ്മൾ മുമ്പിൽ കണ്ട് ആ വ്യക്തിയുടെ മുഖമാണ് നമ്മളെ ഏറ്റവും ആകർഷിക്കുന്നതെങ്കിൽ, there will be only one passion, only one heartbeat to serve the Lord. ഇതൊക്കെ ഏറ്റവും കൂടുതൽ കാണേണ്ടത് നമ്മുടെ ബിഗ് ഡേയ്സിലാണ്. ബിഗ് ഡേയ്സിൽ ഡോണ്ട് ലെറ്റ് ഡൗൺ ഗോഡ് ഓൺ യുവർ ബിഗ് ഡേ. അന്നാണ് വെദർ യു ലവ് ജീസസ് ഓർ ലവ് മൈ സെൽഫ് എന്നുള്ളത് എവിഡൻ്റായി കാണേണ്ടത്. രണ്ടാം സർക്കിളിലേക്ക് വരാം. ഒന്നാമത്തെ സർക്കിളാണിത്. അയ്യോ, സമയം അതിവേഗം പോവുകയാണ്. രണ്ടാം സർക്കിളിലോട്ട് കയറുമ്പം ഈ ദ്രവ്യാഗ്രഹവും സ്വന്തം സ്നേഹവും പ്ലഷറും കൂടെ കൂടിക്കഴിയുമ്പം നാച്ചുറലി വരുന്നതാണ് രണ്ടാം സർക്കിളിലെ ഫസ്റ്റ് കാര്യം. 3:2 വമ്പ് പറയുന്നവരും. എന്തുവാ? ബോസ്റ്റിംഗ്. കാരണം ഇപ്പോൾ ഒത്തിരി ബോസ്റ്റ് ചെയ്യാനുണ്ട് അവർക്ക്. ആ ബോസ്റ്റിങ് ഞാൻ പറഞ്ഞതുപോലെ വചനം ഉപയോഗിച്ച് ബോസ്റ്റ് ചെയ്യും, യേശുവിന് നന്ദി പറഞ്ഞ് ബോസ്റ്റ് ചെയ്യും. പക്ഷെ പറയുന്നത് ബോസ്റ്റിങ്ങാണ്. വേണേ എടുത്തു പറയും, ഞാൻ എന്നെ തന്നെ പുകഴ്ത്താനൊന്നും അല്ലേ ഈ പറയുന്നേ, പക്ഷെ അത് ബോസ്റ്റിങ്ങാണ്. ഇത് ദുർഘട സമയത്തിൻ്റെ ലക്ഷണമാണ്. ആ ലാംഗ്വേജേ നമുക്ക് പരിചയമാകത്തുള്ളൂ. ബോസ്റ്റ് ചെയ്യണം അക്കംപ്ലിഷ്മെൻറ്റ്സിനെ കുറിച്ച്, കിട്ടിയ സ്ഥാനത്തെക്കുറിച്ച്, ഉണ്ടാക്കിയ പണത്തെക്കുറിച്ച്, എത്തിപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച്. വി വാണ്ട് ടു ബോസ്റ്റ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുക, ഒരിക്കൽ പോലും നിന്നിലത് ഉണ്ടാകരുത്. നിന്റെ ശുശ്രൂഷ ചെയ്യുന്ന വിശ്വാസികളിലും ബോസ്റ്റിംഗ് പാടില്ല. അത് കഴിഞ്ഞിട്ട് എന്താ? അരഗന്റ്, പ്രൗഡ്. അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ, അഹങ്കാരികളെ കണ്ടാൽ തിരിച്ചറിയാമോ? ചില അഹങ്കാരികളെ കണ്ടാൽ തിരിച്ചറിയാം. പക്ഷെ ചിലരെ പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് ദേ വാണ്ട് ഇറ്റ് their way. കാരണം ആളിന് എന്തോ ഉണ്ട്? പൈസ ഉണ്ട്, സ്വന്തം സ്നേഹമുണ്ട്, അത്യാവശ്യം ബോസ്റ്റിങ്ങും ഉണ്ട്. ഞാൻ പറയുന്നത് ബോസ്റ്റിംഗ് ഒന്നും ചിലപ്പം അഴുക്ക് കാര്യത്തെക്കുറിച്ചേ അല്ലായിരിക്കും. കോട്ടയത്തൂടെ പോയിട്ടുണ്ടോ? നമ്മുടെ പറമ്പിലാണ് ചർച്ച ഇരിക്കുന്നത്. ഇതാ ബോസ്റ്റിംഗ്. അപ്പോൾ ഇത് ആരോടുമുള്ള അസൂയയിലല്ല ഞാൻ പറയുന്നത്, അതും മനസ്സിലാക്കണം. നമ്മളിലൂടെ ദൈവം ചെയ്ത കാര്യങ്ങളും നമ്മളെ ആരിലേക്ക് അങ്ങ് എടുക്കും? എൻ്റെ അപ്പച്ചൻ കൊടുത്ത സ്ഥലത്തായിരിക്കുന്നത്. ഞങ്ങളാ ബിൽഡിങ് പണിഞ്ഞ ഞങ്ങളാ. ദൈവം ഇതിനൊക്കെ സഹായിച്ചെന്നേ. അവസാനം എന്തോ ഇടും? ദൈവം സഹായിച്ചു, ദൈവം ബലപ്പെടുത്തി. പക്ഷേ ഇംപ്രസ് ചെയ്യുന്നത് ഒരു ക്രൗഡിനെയാണ്. ബോസ്റ്റിംഗ്. ആ ബോസ്റ്റിംഗ് അരഗൻസ് ആവും. എന്ന് പറഞ്ഞാൽ, ഞാനൊരു സജഷൻ പറഞ്ഞു, അത് നടന്നില്ലെങ്കിൽ then I am not part of it. അബ്യൂസീവ്, ദൂഷകരാവും, ബിട്രയേഴ്സ്, ദ്രോഹികൾ. ഈ നിങ്ങൾ എല്ലാവരും കണ്ടോ ആ ദ്രോഹികൾ എന്നുള്ള പദം? 4-ാമത്തെ വാക്യത്തിലുണ്ട്. ദ്രോഹി, സൽഗുണദോഷികളും ദ്രോഹികളും, ബിട്രയേഴ്സ്. ഇതൊക്കെ എവിടെ വരാൻ സാധ്യതയുണ്ടെന്ന്? ചർച്ചിൽ ലാസ്റ്റ് ഡേയ്സിൽ ഈ ദ്രോഹികൾ എന്നുള്ള അവിടുത്തെ മൂലപദം പുതിയ നിയമത്തിൽ ആർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതെന്നറിയാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 6:16 യൂദസിന് വേണ്ടി ഉപയോഗിച്ച പദമാണ് ബിട്രേയർ. ഇത് അന്ത്യകാലത്ത് സഭയിൽ വരും എന്ന് പറഞ്ഞാൽ, അവിടെയും ജൂദസ് എന്തിനാണ് ബിട്രേ ചെയ്യുന്നത്? ഫോർ ഹിസ് ഓൺ ഗെയിൻ. ഞാൻ എൻ്റെ കാര്യം നോക്കുന്നുള്ളൂ. ആ എനിക്ക് ലാഭം വരുത്തുന്നതിനകത്ത് എന്ത് കോംപ്രമൈസും, എന്ത് സത്യവും അസക്തി, ഇതൊന്നും അല്ല വിഷയം. ഐ ലവ് മൈ സെൽഫ്. സമയക്കുറവുകൊണ്ട് 3-ാമത്തെ സർക്കിളിൻ്റെ ഏറ്റവും പ്രധാനം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഒത്ത നടുക്കൊരു വേർഡുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോവുക. ആ വലിയ സർക്കിൾ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ സർക്കിളാണ്. ആ സ്നേഹത്തിൻ്റെ സർക്കിളിൻ്റെ അടുത്ത സർക്കിൾ പ്രൈഡ് ആൻഡ് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് അതേഴ്സ്. എനിക്ക് അരഗൻസ് വരുന്നു, മറ്റുള്ളവരെ എനിക്ക് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ എൻ്റെ ഈ ബോസ്റ്റിങ്ങും അരഗൻസും നിമിത്തം ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, റിലേറ്റീവ്സുമായിട്ട് ചിലപ്പോൾ വൈഫ് പറയും, അച്ഛനങ്ങ് വിളി, അച്ഛനങ്ങ് വിട്ടുകൊടുക്കുക. നോ, ഐ വിൽ നോട്ട്, വൈ ഷുഡ് ഐ? അങ്ങനൊരു സ്ഥിതി. ഈ 3-ാമത്തെ ആ
കോറിലൊരു വാക്ക് കിടപ്പുണ്ട്. ഇംഗ്ലീഷിൽ ആ വാക്ക് സ്ലാൻഡർ എന്നുള്ള പദമാണ്. നിങ്ങൾ കണ്ടോ? 3-ാമത്തെ വാക്യത്തിൽ അൺഫോർഗിവിങ്, സ്ലാൻഡറസ്. മലയാളത്തിൽ എന്താ അതിന് ഉപയോഗിച്ചിരിക്കുന്നത്? ഏഷണിക്കാരെന്നാ. ഏഷണിക്കാർ. കണ്ടോ? 3-ാം വാക്യത്തിൽ ഇണങ്ങാത്തവരും ഏഷണിക്കാരും. അപ്പോൾ ഒരു വലിയ കാര്യം അവിടെ ഉണ്ട്. സ്ലാൻഡറേഴ്സ് ആണ് ഇതിൻ്റെ നടുക്കിരിക്കുന്നത്. ഏഷണിക്കാർ. ഏഷണിക്കാർ, സ്ലാൻഡറേഴ്സിൻ്റെ മൂലപദം ഞാനിവിടെ നിന്ന് പറയാൻ പോവാം. ആർക്കേലും മനസ്സിൽ എന്തെങ്കിലും മൂലപദം നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ടൂ മച്ചാ, പക്ഷേ സ്റ്റിൽ ഐ എം ഗോയിങ് ടു ട്രൈ. ആർക്കെങ്കിലും അസ്യൂം എന്തെങ്കിലും മനസ്സിൽ വരുന്നെങ്കിൽ പറയണം. സ്ലാൻഡറേഴ്സിൻ്റെ മൂലപദം ഡയബോലോയ് എന്ന പദമാണ്. ഡയബോലോയ്. എന്തായാലും മനസ്സിൽ വരുന്നോ ആ മൂലപദമായിട്ട് ബന്ധപ്പെട്ട? കറക്റ്റ്, യു ആർ റൈറ്റ്. ആ പദമാണ് 2:26 ഉപയോഗിച്ചിരിക്കുന്നത്. പിശാചിനാൽ പിടിക്കപ്പെട്ടവർ. പിശാചിനാൽ പിടിക്കപ്പെട്ടവരിൽ ഇപ്പം എന്തോ വന്നു? ആ പിശാചിൻ്റെ സ്വഭാവം വന്നു. ഇതാ ദുർഘടകാലത്തിൻ്റെ ലക്ഷണം. അല്ലാതെ ഇപ്പം നമ്മൾ ഓർക്കുന്നത് പിശാച് ഒണീഡ ടിവിയുടെ പരസ്യത്തിൽ വന്ന പോലെ 2 കൊമ്പും വെച്ച് നമ്മുടെ കിച്ചണിൻ്റെ അവിടെ നിന്നുകൊണ്ട് ആടുന്നതായിട്ട്. പക്ഷെ പിശാച് എവിടെ വന്നു? സ്വാർത്ഥനാക്കി, എന്നെ ദ്രവ്യാഗ്രഹിയാക്കി, പ്ലഷറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാക്കി, എനിക്ക് വിട്ടുകൊടുക്കാൻ. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? 3-ന്റെ ഇണങ്ങാത്തവരെന്ന് പറഞ്ഞാൽ വലിയ പാടാ പുള്ളിയെ മേയിച്ചോണ്ട് പോകാൻ. ഇണങ്ങാത്തവരായിട്ടുള്ള ഒരാൾ ഒരു ചർച്ചിലുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും ആ വ്യക്തിക്ക് ഹേർട്ടാകാതിരിക്കാൻ? ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പുള്ളിക്ക് കുഴപ്പമില്ലേ, പുള്ളിക്ക് കുഴപ്പമില്ലേ. കാരണം പുള്ളി ആരാ? പുള്ളി വലിയ സംഭവമാണ്. ആരുടെ ദൃഷ്ടിയിൽ? പുള്ളിയുടെ ദൃഷ്ടിയിൽ തന്നെ. ഇണങ്ങാത്തവർ. ഞാൻ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങൾ അത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പം കർത്താവിൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് അത് പ്രകാശിപ്പിച്ചു. ഞാനത് നിങ്ങളോട് പറയട്ടെ. ആ ലിസ്റ്റിലുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് യങ്ങർ ജനറേഷനെ കുറിച്ചുള്ളൊരു കാര്യം. 2-ാം വാക്യമേ, വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും. ദുർഘടകാലത്തിൻ്റെ ലക്ഷണം എന്താ? ചിൽഡ്രൻ വിൽ ബി ഡിസൊബീഡിയൻറ്റ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ അത് വായിച്ചപ്പോൾ ഒരു വലിയ ഭാരം തന്നു. എന്താണെന്നറിയോ ഭാരം? പല ആത്മീകരായ മാതാപിതാക്കൾക്ക് പോലും ഇത് മനസ്സിലാകുന്നില്ല. അവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഡിസൊബീഡിയൻ ചൈൽഡ് എന്തോ ആയിട്ടാണെന്നറിയോ? നമ്മുടെ മക്കൾ ഇപ്പോഴത്തെ ഏതാണ്ട് എനിക്കും ഉണ്ട് ഒരുത്തൻ, അവൻ ആരും പറഞ്ഞാലും കേൾക്കത്തില്ല, അവൻ്റെ രീതി, അപ്പന് ഗമയാണെന്നിത്. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ളവരെ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പന് ഇഷ്ടം പോലെ കാശും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഈ റിബല്യസ് ചൈൽഡിനെ കാണുമ്പം അപ്പന് തോന്നുന്നത് അവൻ കൊള്ളാടാ, അവനൊരാണ്. ചിലപ്പോൾ ഇതൂടെ കയറി പറയും, എങ്ങനെ കുറയും, ഞങ്ങളുടെ വെല്ലുപ്പൻ്റെ അത്, പുള്ളി ആരുടെ മുഖം നോക്കത്തില്ലായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഈ ആക്ക് വല്ല ബോധമുണ്ടോ? നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നതാണ്, സുബോധമുണ്ടോ? ഒരു റിബല്യസ് ചൈൽഡിനെ കാണുമ്പം ഞങ്ങളുടെ അപ്പച്ചനെ പോലെ ഇവൻ, അവൻ്റെ അമ്മയെ ഉൾപ്പെടെ വിറപ്പിച്ചാ നിർത്തിയിരിക്കുന്നത്. ക്രെഡിറ്റാണ്. ദുർഘട സമയത്തെ പുള്ളിക്ക് തോന്നുന്നത് നല്ല കാലമായിട്ടാണ്. ഇതാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലത്തിൻ്റെ പ്രത്യേകത. തിരിച്ചറിയൂ. ദൈവവചനം ദുർഘടകാലമെന്ന് പറഞ്ഞതിനെ നമുക്ക് എന്തുമായിട്ടാണ് തോന്നുന്നത്? സ്വന്തം സ്നേഹവും ദ്രവ്യാഗ്രഹവും അത് ഏറ്റവും വലിയ ഗമയായിട്ട് തോന്നുക. ബോസ്റ്റിങ്ങും അരഗൻസും അതും ഭയങ്കര, അതിനെല്ലാം സ്ഥലമുണ്ട്. ഇവിടെ ചർച്ചിലും സ്ഥലമുണ്ട്, ഫാമിലിയിലും സ്ഥലമുണ്ട്.
അങ്ങനെയുള്ളവരെ പുള്ളിക്ക് എന്തോ തോന്നുമെന്ന് കണ്ട് നമ്മൾ ഈ വലിയ വലിയ കൺവെൻഷന് കാണാം, സെൻറ്റർ സ്റ്റേജെ കൊണ്ട് നടുക്കിരുത്തും. അല്ല അച്ഛൻ എന്തോ തോന്നും. എന്താണെന്ന് ചോദിച്ചാൽ ദുർഘട സമയം ഡിസേൺ ചെയ്യാനൊക്കാതെ ദുർഘട സമയത്തിൽ ഇനി ഏറ്റവും എന്നെ വേദനിപ്പിക്കുന്നത്, ഇത് ദുർഘട സമയമാണെന്നും ഈ സ്വസ്നേഹവും ദ്രവ്യാഗ്രഹവും സ്ലാൻഡറസ് എന്ന് പറഞ്ഞാൽ ഡയബോലായി ഡെവിളിനെ പോലെ പെരുമാറുന്ന ആ അവസ്ഥ, ഇതൊക്കെ ഉണ്ടെന്ന് ആരാ വിളിച്ചു പറയേണ്ടത്? ആരാ വിളിച്ചു പറയേണ്ടത്? തിമോത്തിയോസിനോട് പൗലോസല്ലേ ഇത് പറയുന്നത്? ഇത് പ്രീച്ചേഴ്സും പ്രോഫറ്റ്സും അല്ലേ വിളിച്ചു പറയേണ്ടത്? പക്ഷേ ഇന്നത്തെ പ്രോഫറ്റ്സ് എന്താണെന്നറിയാമോ ചെയ്യുന്നത്? കൂടുതലും, എല്ലാവരും അല്ല, കൂടുതലും എന്താ ചെയ്യുന്നതെന്നറിയോ? തള്ളുക. എങ്ങോട്ട്? എങ്ങോട്ട്? ദുർഘട സമയത്തിൻ്റെ അകത്തോട്ട് പോ. ഞാൻ പറയുന്ന പോലെ മനസ്സിലാവുന്നുണ്ടോ? ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഒരു ഉദാഹരണം പറയാം, മനസ്സിൽ വരുന്നുണ്ട്. എൻ്റെ വളരെ അടുത്തൊരു സ്നേഹിതൻ, സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല, കേരളത്തിൽ ഒരു അത്യാവശ്യം വലിയൊരു വീട് വെച്ചു. പുള്ളി പറഞ്ഞത്, എന്നോട് നേരിട്ട് പറഞ്ഞത്, ജോയെ എനിക്ക് ഇത്രയും വലിയൊരു വീട് വെക്കാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ലായിരുന്നു. ഈ മക്കളും മരുമക്കളും കൊച്ചുമക്കളും വീട് ഒന്നല്ല വെക്കത്തുള്ളൂ, വെക്കുമ്പോൾ നല്ലൊന്ന് വെക്കാം, പിന്നെ പിന്നെ എക്സ്പാൻഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെപ്പിച്ച ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, അതിപ്പോൾ നമ്മളല്ല, ഇപ്പം ഞാനല്ലല്ലോ ജഡ്ജ്, വലുതേതാ ചെറുതേതാന്നുള്ളത്. ചിലപ്പോൾ എനിക്ക് വലുത് ആ വ്യക്തിക്ക് ചെറുതായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതല്ല ഞാൻ പറയുന്ന ഇതാ, ഒരാൾ പ്രാർത്ഥിക്കാൻ ഈ വീട്ടിൽ വരുന്നു. അച്ചാൻ്റെ മനസ്സിലിരിക്കുന്നത് വെച്ചത് കൂടിപ്പോയെന്നാണ്. ആ ഒരു കുറ്റബോധം ഇരിക്കുക. ഇനി വെച്ചത് ഇടിച്ചു കളയാനൊക്കത്തില്ലല്ലോ, വച്ചു. പുള്ളി പറയുന്ന ഓരോ പ്രാവശ്യം ഞാൻ ഇത് കാണുമ്പോൾ ഇത് വേണമായിരുന്നു. അങ്ങനെ നല്ലൊരു അതുപോലത്തെ ഒരു പരിപാടിയാണ് അത്. കുറച്ചിങ്ങനെ സ്തോത്രം ഹല്ലേലൂയ ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ വീട് ഇനിയും പുതുക്കി പണിയും. ഈ ആൾ നേരിട്ട് എന്നോട് പറഞ്ഞാണ്. പുള്ളി പറഞ്ഞു, അച്ചാൻ പറഞ്ഞു, പാസ്റ്റർ മതി, പ്രാർത്ഥിച്ച മതി, എന്തെങ്കിലും എന്നെക്കുറിച്ച് കുറവായിട്ട് ദൈവം കാണിക്കുന്നുണ്ട് പറഞ്ഞാട്ട്. അത്രയും സുബോധം ആ വ്യക്തിക്കുണ്ടായിരുന്നു. പക്ഷെ ഈ വന്ന ആളെ എന്തിനാ ശ്രമിച്ചത്? ഇതിനകത്ത് അസ്വസ്ഥനായി ഇരിക്കുന്ന വ്യക്തിയെ കുറച്ചുകൂടെ പുഷ് ചെയ്യണം. ടുവേർഡ്സ് വേൾഡ്, ടുവേർഡ്സ് സെൽഫ്. കുറച്ചുകൂടെ ചില പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇപ്പം ഇവിടെ എനിക്കറിയത്തില്ല അതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന്. നാട്ടിലത് ഭയങ്കര ഒരു കാര്യമാണ്, ഈ ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറയുന്ന കാര്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറഞ്ഞാൽ ഐ ആം വൺ ഓഫ് എ കൈൻഡ്. അതിന് സാധാരണ നാട്ടിലുള്ളവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചാൽ ആർക്കും ഇല്ലാത്തൊരു നമ്പർ വേണം. അങ്ങനെ കിട്ടും അവിടെ, ഫാൻസി നമ്പർ. ഇപ്പം നമുക്ക് ബ്ലോക്ക് ചെയ്തൊക്കെ ഇടാം. ഇപ്പം KL3 പത്തനംതിട്ട ഞാൻ എടുക്കുകയാണെങ്കിൽ ഐ വിൽ വെയിറ്റ്, കാരണം 001 വേണം. കാരണം ഞാൻ പോകുന്ന സമയത്ത് എല്ലാവരും ആരായി പോകുന്നേ എന്ന് പറഞ്ഞാൽ ഐ വാണ്ട് ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ്, ഐ ആം വൺ ഓഫ് മൈ കൈൻഡ്. ഇതും ആരങ്ങ് അഫേം ചെയ്യുമെന്നറിയാം? വീട്ടിൽ വന്ന് വണ്ടിയൊക്കെ കാണുമ്പോൾ എവിടുന്നാ ഇതൊക്കെ തുടങ്ങിയെന്ന് ഞാനങ്ങ് ചിന്തിച്ചു പോവുക. ആരായി പറയുന്നേ? ഈ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കേണ്ട ആള്. ഓക്കെ, യു ഗോട്ട് യുവർ നമ്പർ, ബട്ട് പ്ലീസ് ഡോണ്ട് ഗോ ആഫ്റ്റർ ദീസ് തിങ്സ്. ഇതെല്ലാം ദുർഘട സമയത്തിൻ്റെ ലക്ഷണമാണ്. ഇതിൻ്റെ എല്ലാം പുറകെ പോകുന്നത്. യു കുഡ് ഹാവ് യൂസ്ഡ് ദാറ്റ് 4 lakhs വിച്ച് യു സ്പെൻഡ് ഫോർ ദാറ്റ് നമ്പർ ഫോർ സംതിങ് പ്രൊഡക്റ്റീവ്. ഇത് പറയേണ്ട ആൾ എന്താ പറയുന്നത്? അയ്യോ ഇത്രയും കൊണ്ടുവന്നല്ലോ, എന്തിനാ? അവസാനം ഒരു ഓഫറിങ് വേണം. അപ്പോൾ പുള്ളിക്കും ഈസാവും, ആക്കും ഈസാവും. തെറ്റ് ചെയ്ത് ആക്കും ഈസ്, ഈ ആക്കും ഈസ്. വാങ്ങിച്ച് പോക്കറ്റിലിട്ടുകൊണ്ട് പുള്ളി വീട്ടിൽ പോകും. ദുർഘട സമയത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ നോബഡി വിൽ സ്പീക്ക്. ആരും പറയത്തില്ല. പൗലോസിൻ്റെ പേടി എന്താ?
തിമോത്തിയോസ് ഇങ്ങനെ ആകുമോ? വാ പൂട്ടിയിരിക്കുമോ? 5-ാമത്തെ വാക്യത്തിൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഒരാളിൽ ശക്തി പോയാൽ ആ വ്യക്തിയിൽ എന്തോ നഷ്ടപ്പെടും? ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. 1 മിനിറ്റ് ചിന്തിക്കൂ. അന്ത്യകാലത്തിൻ്റെ ലക്ഷണം ഫോം ഓഫ് ഗോഡ്ലിനെസ് ബട്ട് ദേ ഡിനൈ ദ പവർ. ശക്തി കാണത്തില്ല, പക്ഷെ എന്തോ കാണും? ഭക്തിയുടെ വേഷം കാണും. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ, അന്ത്യകാലത്ത് ദുർഘട സമയത്തിൽ ജീവിക്കുന്ന ഒരാളുടെ ലക്ഷണം ഭക്തിയുടെ വേഷം കാണും, ശക്തി പോവും. ശക്തി പോയ ഒരാളിൽ എന്ത് നഷ്ടപ്പെടും? സുബോധം നഷ്ടപ്പെടും. കറക്റ്റ്. വേറെ? പിശാചിൻ്റെ കെണിയിൽ വീഴും. യെസ്. അത് വലിയ കാര്യമാണ് ആ പറഞ്ഞത്. ഇന്നത്തെ ക്ലാസിൻ്റെ വെളിച്ചത്തിൽ ശക്തി പോയാൽ എന്തോ പോവും? ശക്തി പോയുമ്പം, ശക്തി പോയ ഒരാളെ ആരാധനയുടെ സമയത്ത് അറിയാൻ ഒക്കുമോ? അതാ ഞാൻ ചോദിച്ചത്. നമ്മൾ ഇപ്പോൾ ഒരു സഭാരാധനയിൽ ശക്തി പോയ ഒരാളെ കണ്ടാൽ മനസ്സിലാവോ? ഈ പറയുന്ന ശക്തി പോയ ആളെ ആരാധിക്കത്തില്ല. ശരി. പിന്നെ എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം എൻജോയ് ചെയ്യാൻ ഒക്കുന്നില്ല. ശക്തി പോയ ഒരാളെ എന്ത് നഷ്ടപ്പെടും ആ വ്യക്തിയിൽ? കറക്റ്റാ പറഞ്ഞത്. കാരണം ഈ 5-ാം വാക്യം 3:2 മുതലുള്ളതിൻ്റെ കൺക്ലൂഷനാണെന്ന് ഓർക്കണം. 18 കൂട്ടം കാര്യം പറഞ്ഞിരിക്കുക. അതിലെ ഏറ്റവും പ്രധാനം സ്വന്തം സ്നേഹവും ദ്രവ്യാഗ്രഹവും ഭോഗപ്രിയവുമാണ്. അതിൻ്റെ കൺക്ലൂഷനാ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തി ത്യജിക്കുക എന്ന് പറഞ്ഞാൽ, ശക്തി പോയ ഒരാളിൽ ഈ 18 കൂട്ടം കാര്യങ്ങൾ പല വിധത്തിൽ വെളിപ്പെടും. പക്ഷെ മിറക്കിള് പോമോ? സാധാരണ ശക്തി പോയാൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മിറക്കിള് പോകുന്ന. പ്രസംഗം പോമോ? പോത്തില്ല. ശക്തി പോയ ഒരാളും കൈവിറയ്ക്കും. ദൂത് പറയുമോ? ശക്തി പോയ ഒരാൾക്ക് ദൂത് പറയാനൊക്കോ? ഇല്ലേ? പറയും. കറക്റ്റ് പറയുമോ? ഇല്ലെന്നാ പറയുന്നത്. ശരിയാന്ന് പറഞ്ഞു. മത്തായി 7:22 വായിച്ചാൽ മതി. കറക്റ്റ് പറയും. ചിലപ്പോൾ പേര് വിളിച്ചു പറയും. നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തി ചെയ്തു. പക്ഷെ കർത്താവ് പറയുന്ന, ഐ ഡോണ്ട് നോ യു, ഐ നെവർ ന്യൂ യു. കാരണം എന്താ? ശക്തി വന്നത് ഈ 18 കൂട്ടം കാര്യങ്ങളെ ഓവർകം ചെയ്യാൻ സഹായിക്കാനാ. കാരണം 1:7 ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും, അടുത്ത എന്താ? സുബോധത്തിൻ്റെ മുമ്പൊരു വാക്കുണ്ട്, സ്നേഹം. അത് ഏത് സ്നേഹമാ? ദൈവസ്നേഹം തരാനാണെന്ന് ശക്തി വന്നത്. റോമാലേഖനം 5 എന്താ നമ്മൾ വായിച്ചത്? ഹോളി സ്പിരിറ്റിനാൽ ഗോഡ്സ് ലവ് ഈസ് പുട്ട് ഇൻ അവർ ഹാർട്ട്സ്. വാട്ട് ഈസ് ദ സൈൻ ദാറ്റ് ഹോളി സ്പിരിറ്റ് ഈസ് ആക്റ്റീവ് ഇൻ എ പേഴ്സൺ? You get close to him. Does he have love of God so much that he is captivated with that? അത് കാണുമ്പോൾ അറിയാം he has power. ചിലപ്പോൾ ആള് സൈലൻ്റ് ആയിരിക്കും ഈ യോഗത്തിലൊക്കെ, ആള് വലിയ കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല, ബട്ട് he has power. പക്ഷെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കാലം, അന്ത്യകാലത്തിൻ്റെ ലക്ഷണം, ഫോം ഓഫ് ഗോഡ്ലിനെസ് വിൽ ബി there. എന്ന് പറഞ്ഞാൽ എന്താ? പ്രസംഗം, പാട്ട്, ദൂത്, സംഭവം, പക്ഷെ എന്തോ ഇല്ല, ശക്തിയില്ല. ദൈവത്തെ സ്നേഹിക്കാൻ, മറ്റേതിനെ ഹെയ്റ്റ് ചെയ്യാൻ. കാരണം ഈ 2 സ്നേഹം കൂടെ ഒരു ആടെ അകത്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. യു ഹാവ് ടു ലവ് വൺ, ഹെയ്റ്റ് ദി അതർ. അങ്ങനെ ഹെയ്റ്റ് ചെയ്ത ഒരാടെ പുറകെ വരും, എന്തോ വരും?
മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടെ നാളെയും കൂടെ വരണേ. നാളെ ഒരു ലാസ്റ്റ് സെഷനുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കാര്യം കുറച്ചുകൂടെ നമ്മൾ ഇന്നത്തെ ഈ സമയം കഴിയുന്നുണ്ട്. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ഹെയ്റ്റ് ചെയ്ത് ഓടുവല്ലേ, ഭക്തരായവരെ പിടിച്ചിടുമെന്നാണ് 3:12 പറയുന്നത്. അവർക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല, അതാ ദുർഘട സമയം. അങ്ങനെ ദൈവത്തെ മാത്രം ഓടിയാൽ എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ പുറകെ വരും. എൻ്റെ അത്യാഗ്രഹങ്ങളല്ല, അതോടുകൂടെ സകലവുമല്ല, വാട്ട് എവർ യു നീഡ്, അതിനാണ് ശക്തി. ആ നീഡിൽ കണ്ടന്റ് ആകാനാ ശക്തി. പക്ഷേ എന്തൊക്കെ ഇപ്പം ഈ ഞാൻ പറയുന്നതും നമ്മൾ കണ്ണ് തുറന്ന് നോക്കി ഒരു ബന്ധമില്ലാത്ത പോലെ. കാരണം ഞാൻ ഈ മറ്റൊന്നും പൗലോസ് പറഞ്ഞതുപോലെ, കൊരിന്ത ആൾക്കാരോട് പറഞ്ഞ പോലെ, വെൻ ഐ കെയിം ടു യു ഐ റിസോൾവ് ടു നോ നത്തിങ് വൈൽ ഐ വാസ് വിത്ത് യു എക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ്. മറ്റൊന്നും അറിയാത്തവനായി, അതുപോലെ ഞാൻ ഒന്നും അറിയാത്തവനായി സംസാരിക്കുകയാണ് ഇപ്പം. ഇതല്ല ക്രിസൻ്റത്തിൽ നിന്ന്. പാസ്റ്ററിനെ എടുത്തോ, പ്രീച്ചറിനെ എടുത്തോ, ബിലീവറിനെ എടുത്തോ, ഈ എന്തിൽ നിന്ന് ഓടണം എന്ന് പറഞ്ഞ് അതിനകത്ത് കിടന്ന് ഉരുണ്ട് അത് ഉണർവായിട്ട് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് നിന്നും യഥാർത്ഥ ശക്തി നമുക്ക് പ്രാപിക്കണം. അന്ത്യകാലത്തിൽ ജീവിക്കണമെങ്കിൽ എന്തോ വേണം? ശക്തി. നിങ്ങൾക്കറിയാമോ, ഈ 18 കൂട്ടം കാര്യങ്ങളെ അതിജീവിച്ചതാണ് ആദ്യ നൂറ്റാണ്ടിൽ ആക്സിൽ കാണുന്ന ആ കോൺഗ്രിഗേഷൻ. അവര് സകലവും പൊതുവകയെന്നെണ്ണിയെന്ന്. എന്തോ പോയി അവരുടെ അകത്തുനിന്നോ? സെൽഫ് ലവ് പോയി. അപ്പോസ്തലപ്രവൃത്തി 4 കണ്ടില്ലേ, അവരുടെ ഇടയിൽ നീഡുള്ള ഒരാളും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാം ഷെയർ ചെയ്യുന്ന. ബോസ്റ്റിംഗ് വല്ലതും ഉണ്ടോ അവിടെ? അവരെ വന്ന് വണങ്ങാൻ വന്നപ്പം അവർ വസ്ത്രം കീറി പറയാ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? വി ഡോണ്ട് ഡിസേർവ് ദിസ്, ഓൾ വർഷിപ്പ് ബിലോങ്സ് ദേർ. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയായി നമ്മളെ മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇതിനാ ശക്തി വേണ്ടിയത്. ശക്തി വേണ്ടിയത് ചുമ്മാ 4 വാക്ക് പറയാനല്ല, ശക്തി വേണ്ടിയത് ജീവിക്കാനാ. ഏത് സമയത്ത്? ദുർഘട കാലഘട്ടത്തിൽ ദൈവത്തെ സ്നേഹിച്ച് മറ്റുള്ള ശക്തികളെ കീഴ്പ്പെടുത്താനാണ് യഥാർത്ഥ ദൈവശക്തി വേണ്ടിയത്. അതാ പൗലോസ് തീമോത്തിയോസിനോട് പറയുന്നത്, യു ഷുഡ് റിസീവ് ദാറ്റ് പവർ. ആ പവറിൽ നീ ജീവിക്കുമ്പോൾ നിന്നിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ഞാൻ വിശ്വാസത്താൽ വിളിച്ചു പറയട്ടെ, 2023 നമ്മളിലൂടെ ദൈവത്തിൻ്റെ ശക്തി ലോകം കാണുന്ന വർഷമാകട്ടെ. അങ്ങനെ ഒരു നിയോഗം ദൈവം നമ്മളിലേക്ക് തരട്ടെ. നമ്മുടെ ജഡ അഭിലാഷങ്ങളെ മരിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ലോകത്തോടുള്ള ഭ്രമങ്ങളെ തോപ്പിച്ച് ഒറ്റ മുഖം മാത്രം നമുക്ക് സൗന്ദര്യമാകട്ടെ. യേശുവേ, നിൻ്റെ മുഖം, നിൻ്റെ രൂപമേ. നമ്മൾ ആ ഗാനം ഒന്ന് ഒരുമിച്ച് ചേർന്ന് പാടി ദൈവം മുമ്പാകെ ഒന്ന് സമർപ്പിക്കാൻ പോവുകയാണ്. ആ പാട്ടിൻ്റെ വരികൾ എന്താണെന്നറിയോ പറയുന്നത്? കേൾക്കണേ. സ്നേഹമാം നിന്നെ കണ്ടവൻ, അടുത്ത എന്താ? പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? എങ്ങനെ യേശു സ്നേഹിച്ചത്? അവിടാണ് പ്രശ്നം. യേശു എങ്ങനെയാ നമ്മളെ സ്നേഹിച്ചത്? തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എഫേസ്യ ലേഖനം 5 പറയുന്നത്, he loved us and gave himself up like an offering. അത് കണ്ട പൗലോസ് 4-ാം അധ്യായത്തിൽ പറയുക, ഞാനൊരു പാനീയയാഗമായി ഒഴുക്കപ്പെടും, ഞാനൊന്നും പിടിച്ചു വെക്കുന്നില്ല. സ്നേഹമാം യേശുവിനെ കണ്ടവരാരും പിന്നെ സ്വാർത്ഥതയിൽ ജീവിക്കത്തില്ല, സ്നേഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ മറന്ന് ദൈവത്തെ സേവിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതാണ്. അതിനൊരു അനുഭവം ഉണ്ടാകണം. പാസ്റ്റർ ആവർത്തിച്ച് പറയുന്ന പോലെ ഇതെല്ലാം നടക്കണമെങ്കിൽ ഒരനുഭവം നമുക്കുണ്ടാകണം. ആ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സ്പർശനം നമുക്കുണ്ടാകണം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ, മുമ്പോട്ട് വരാം പാസ്റ്ററെ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ പറഞ്ഞില്ലേ, ഏഷ്യയിൽ, ഇന്ത്യയിൽ, പത്തനംതിട്ട ജില്ലയിൽ ആ വീട്ടിലേക്ക് വന്ന
ഒരനുഭവമല്ലേ അത്. ആ സ്നേഹത്തിൻ്റെ സ്പർശനം ഉണ്ടായ ആ വ്യക്തികളെ പിന്നെ പറയത്തുള്ളൂ, ദുർഘട കാലഘട്ടത്തിൽ എന്നെ രക്ഷിക്കണമേ, ഐ വാണ്ട് ടു ലവ് യു ആൻഡ് യു അലോൺ. ഈ ദുർഘട കാലത്ത് ജീവിപ്പാനുള്ള ശക്തി എൻ്റെ മേൽ പകരട്ടെ. ഒരുമിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു സമർപ്പണത്തോടെ ഈ ഗാനത്തിൻ്റെ വരികളൊന്ന് പാടാം.